വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീനാണ്. അതുപോലെ സിമ്പിളായിട്ട് കുറച്ച് റെസിപ്പീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും തന്നെ കാണാം. കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. ഈവനിങ് ഒരു 3:30 ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ 4 മണിക്കാണ് ഇക്കാക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. അപ്പോഴത്തേക്ക് വേഗം എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പൊട്ടാറ്റോസ് ഇരിപ്പുണ്ടായിന്. അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ബോണ്ടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ എമൗണ്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതാ ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാളയിലൊന്ന് ചെറിയൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം എരി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മസാലൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടാറ്റോയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബോണ്ടയ്ക്ക് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ബോണ്ട പൊരിക്കാനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് തന്നെ ഞാൻ 4 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് അരിപ്പൊടിയില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. പിന്നെ ഇത് നമ്മുടെ മസാല ഒന്ന് തണിഞ്ഞ് അതിനിപ്പോൾ ഞാനൊന്ന് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്ന ടൈമിൽ തന്നെ ഞാനൊന്ന് ചായക്കും കൂടി വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2-3 ഒരുമിച്ചിട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ചായയിലേക്ക് ഞാൻ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇക്കാക്ക് വേഗം തന്നെ ചായ കൊടുത്തിട്ടുണ്ടായിന്. ഇക്കാക്ക് ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ചായ കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഇക്കാ ചായലും കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഇക്കലും പോയി കഴിഞ്ഞാലാണ് ഞാൻ ചായലും കുടിക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോണ്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചായയെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിച്ചണിലൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം കുറേ ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴുകി ക്ലീൻ ആക്കി വെക്കലാണ്. ആദ്യം തന്നെ ഞാൻ ഗ്യാസ് സ്റ്റവ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്.
അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ ഇതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ തെറിച്ചിട്ടുണ്ടാവും. അത് തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേഴ്മഴക്കായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ലിക്വിഡെല്ലാം ഒഴിച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്യലുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ചെടുക്കലുണ്ട്. ഇനി ഒരു ക്ലീൻ ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കലാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സ്റ്റീലിൻ്റെ ഭാഗം കണ്ട അതൊക്കെ റിമൂവബിൾ അല്ല. ഒന്ന് സ്ക്രൂ ഡ്രൈവറിലും വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ബേണറൊന്നും അങ്ങനെ ഊരിയെടുക്കാൻ പറ്റാത്തൊരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ പഴയ ബ്രഷൊക്കെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കലുണ്ട് ഇടയ്ക്ക്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ റാക്കെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കിച്ചണ് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ കയറുമ്പം തന്നെ ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് വരും കേട്ടോ കിച്ചണിലേക്ക് വരുമ്പം തന്നെ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഒരു മടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങൾ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാലാണ് ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ കഴുകിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു റാക്ക് പോലെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും. ബാക്കിയുള്ളതിൽ ഇങ്ങനെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കലാണ്. ഇപ്പോൾ ഇതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സിങ്കിലൊന്ന് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഞാനിപ്പോൾ ഈ ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. അതൊക്കെ ഞാൻ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാലാണ് കബോർഡിലേക്ക് വെച്ച് കൊടുക്കാറുള്ളത്. പിന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെക്കാനുണ്ട്. ബാസ്ക്കറ്റിലേക്ക് ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ അടിയിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കില്ല. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് പെട്ടെന്ന് കേടാവാണ്ട് നിൽക്കും. ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാ ഫ്രൂട്ട്സും ഞാനിപ്പോൾ പുറത്താണ് വെക്കൽ. കിച്ചണിലെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ റൂമിലേക്ക് വന്നിട്ടുള്ളത്. റൂമിലൊന്ന് ബെഡൊക്കെ ഒന്ന് വിരിച്ച് വെക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് അടിച്ചു വാരി എടുക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തുടച്ചുകൊണ്ട് തന്നെ അങ്ങനെ പൊടിയൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുക്കണം. ഡെയിലി ക്ലീൻ ചെയ്യാണ്ട് വരും കേട്ടോ. പിള്ളേരെല്ലാം എന്തായാലും ഡെയിലി ക്ലീനിങ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ 5:30 ആകുമ്പം തന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് അങ്ങനെ നിസ്കരിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഗ്രോസറി ഷോപ്പിൽ തന്നെ പോയതാണ്. അപ്പോൾ പിള്ളേർക്ക് അങ്ങനെ ബിസ്ക്കറ്റും പിന്നെ മിഠായിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇവിടെ താഴെ തന്നെ ഉള്ള ഒരു ഗ്രോസറി ഷോപ്പാണ്. അങ്ങനെ ഇതാ നമ്മൾ ചോക്കോബാറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചോക്കോബാർ കഴിക്കലാണ്. പിന്നെ ഒരു 7:00 രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് മട്ടൻ കറിയും പുട്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഈ അരിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിള്ളേരങ്ങനെ പുട്ട് തിന്നല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അരിപ്പത്തിൽ ഉണ്ടാക്കിയത്. അങ്ങനെ പിള്ളേർക്ക് വേഗം തന്നെ ഒരു 8 മണിയാകുമ്പോൾ തന്നെ ഞാൻ ഫുഡ് കൊടുക്കലുണ്ട്. അപ്പോൾ ഇക്ക വരുമ്പോൾ ഒരു 9:30 കഴിയും.
അപ്പോൾ ഫുഡ് കഴിച്ച പാട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും നേരത്തെ തന്നെ കഴിക്കും. അതുപോലെ പിള്ളേർക്കും പെട്ടെന്ന് തന്നെ കൊടുക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു സ്ട്രോബെറി വെച്ചിട്ടൊരു പുഡിങ് തയ്യാറാക്കലാണ്. അതിനായിട്ട് കുറച്ച് സ്ട്രോബെറീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അളവൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള എത്രയാണോ സ്ട്രോബെറി വെച്ചിട്ട് അതിന് അനുസരിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നല്ലോണം തിക്കായി വരുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് കേക്കിലേക്കും അതുപോലെ ഡെസേർട്ടിലേക്കും എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റിയൊരു സിറപ്പാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ വേഗം തന്നെ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇക്ക വരാൻ കുറേ ലേറ്റ് ആകുന്നതുകൊണ്ട് തന്നെ ഞാനും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കും. അപ്പോൾ ഈ ഒരു കറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ബീഫ് കറിൻ്റെ റെസിപ്പി പോലെ തന്നെയാണ് ഞാനിപ്പോൾ മട്ടൻ വെച്ചിട്ടും ചെയ്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഇതൊരു പാനിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വെനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒന്ന് കുറച്ച് പാലിൽ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുത്ത പാടന്നെ നല്ലോണം കട്ടിയായി വരാൻ തുടങ്ങും. അതുകൊണ്ട് കൈ വിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് പ്ലേറ്റിലാണോ സെർവ് ചെയ്യേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടുന്ന ഒരു പുഡിംഗ് ആണ്. ഇത് ഞാൻ ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിന്. അപ്പം നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സ്ട്രോബെറി സിറപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. ഈ സ്ട്രോബെറിക്ക് പകരം ബ്ലൂബെറി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കാരമൽ സിറപ്പില്ലേ അത് ആണെങ്കിൽ അതും ഒഴിക്കുക. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. അതുപോലെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്ട്രോബെറി വെച്ചിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ലൊരു പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.